നമസ്കാരം. കൊട്ടിയൂർ വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലുള്ള ഈ ക്ഷേത്രത്തിനെ ദക്ഷിണകാശി എന്നാണ് വിശേഷിപ്പിക്കാറ്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു. പാൽ, നെയ്യ്, കരിക്ക് എന്നിവ കൊണ്ടാണ് അഭിഷേകം. തടാകത്തിൻ്റെ നടുവിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ 27 നാളുകളിലായാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്നും തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിലെത്തുന്നു. വയനാട് ചുരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു. 28 ദിവസം നീളുന്നതാണ് വൈശാഖ മഹോത്സവം. ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാക്കരുതെന്നാണ് വൈദിക വിധി. ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാക്കാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ്. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. വൈശാഖ നാളിലാണ് ദക്ഷൻ യാഗം നടത്തിയത്. പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും ഭർത്താവായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതനായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. കോപാകുലനായ ശിവൻ ജട പിടിച്ച് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ തലയറുത്തു. 3 ലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി. ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി. കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്യരുടെ വാസസ്ഥലമായി. ഒരു കുറിച്യ യുവാവ് അമ്പിനെ മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ഇതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവളത്തില കൊണ്ട് കലശമാടി. വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകളൊക്കെ ഉണ്ടാക്കിയത് ശങ്കരാചാര്യരാണെന്നാണ് പറയപ്പെടുന്നത്. ഇടവത്തിലെ ചോതി നാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാൾ എഴുന്നള്ളത്ത് ഇക്കരയിലെത്തും. സംഹാരരുദ്രനായ വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ്സറുത്ത ശേഷം ചുഴറ്റിയെറിഞ്ഞ വാൾ ചെന്ന് വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം. കൊട്ടിയൂരിലേക്ക് വാള് പോയാൽ പിന്നെ 27 ദിവസം വൈശാഖ മഹോത്സവം കഴിയുന്നവരെ വയനാട്ടിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളുമില്ല. വാള് മടങ്ങി വന്നിട്ട് മാത്രമേ കുടുംബത്തിൽ കല്യാണം മുതൽ ഗൃഹപ്രവേശനം വരെയുള്ള ചടങ്ങുകൾ നടത്തുകയുള്ളൂ എന്നാണ് അനുഷ്ഠാനം. ഈ കീഴ്വഴക്കങ്ങളെ അനുസരിച്ചവരാണ് വയനാട്ടുകാർ. മുതിരേരിയിലെ നാനാജാതി മതസ്ഥരും ഈ ആചാരത്തെ ഇന്നും തെറ്റിക്കാറില്ല. ചോതി നാളിൽ മുതിരേരിക്കാവിൽ നിന്ന് വാളുമായി കൊട്ടിയൂരിലേക്ക് ക്ഷേത്രതന്ത്രി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ 27 ദിവസം ഈ കാവിലേക്ക് ആർക്കും പ്രവേശനമില്ല. ശിവലിംഗം തുളസിയിലയിട്ട് മൂടിയാണ് തന്ത്രി വാളുമായി പടിയിറങ്ങുക. കൊട്ടിയൂരിലെ ഇളനീരാട്ടത്തിന് ശേഷമുള്ള തൃക്കലശാട്ടം കഴിഞ്ഞാണ് അവിടെ നിന്ന് വാളിൻ്റെ മടക്കം. തിരികെ കൊട്ടിയൂരിലെത്തുന്ന വാൾ ആദ്യ ദിവസം ശിവലിംഗത്തിനരികിൽ വെക്കും. ഇന്നും ആധുനികതയിലേക്ക് വഴിമാറാത്ത പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് കാവും പരിസരങ്ങളും. പ്രകൃതിഭാവങ്ങളുമായി തിമിർത്ത് പെയ്യുന്ന മഴയിൽ കൊട്ടിയൂർ ക്ഷേത്രം ജനനിബിഡമാകും. ഓലമേഞ്ഞ പർണശാലകളും ഓടപ്പൂക്കളുമായി മഴയിൽ കുതിർന്ന കൊട്ടിയൂർ അമ്പലത്തിൽ ദർശനം നടത്തുക എന്നത് നിയോഗമായി കാണുന്നവരായിരുന്നു മുൻ തലമുറയിൽപ്പെട്ടവരെല്ലാം. കാലം മുന്നോട്ട് പോകുമ്പോഴും ഈ ശീലങ്ങളെ ജീവിതത്തോടൊപ്പം ചേർത്ത് നിർത്തുന്നവർ തന്നെയാണ് ഈ ആരാധനാലയത്തെ
തിരക്ക് കൊണ്ട് മൂടുന്നത്. മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ചടങ്ങാണ് കൊട്ടിയൂരിലുള്ളത്. ഉത്സവത്തിൻ്റെ ഭാഗമായി 2 ആനകളുടെ പുറത്ത് ശിവനെയും പാർവതിയെയും എഴുന്നള്ളിപ്പിക്കും. മകന്നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. നമ്മുടെ ഓരോ ജന്മത്തിലും ഈ ലോകത്ത് ഓരോ കർമ്മം നിർവഹിക്കാൻ ഈശ്വരൻ നിയോഗിച്ചിട്ടുണ്ട്. ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ആ നിയോഗത്തിൽ നാം എത്തിപ്പെടുക തന്നെ ചെയ്യും. വിധി നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഒരു 10 തലമുറ പിമ്പോട്ട് ജ്യോതിഷമില്ലാത്ത തറവാട്ടിൽ നിന്ന് വന്ന എന്നെ ജ്യോതിഷിയാക്കി. എൻ്റെ ജന്മനിയോഗത്താൽ രാമലീലയിൽ താമസിച്ചു വരുന്ന സമയത്താണ് എനിക്ക് പുരാണ കഥകളിലെ അറിവും പ്രവചനത്തിനുള്ള പ്രാവീണ്യം ഭഗവതി തന്നത്. എന്നെ എൻ്റെ തറവാട്ടിലെ ആദ്യ ജ്യോതിഷിയാക്കി മാറ്റി. വീണ്ടും ഞാൻ പയ്യാമ്പലത്തിൽ വന്നപ്പോൾ എന്നെ ജ്യോതിഷം പഠിപ്പിക്കാൻ തിരുവല്ലയിലെ ഒരു ജ്യോതിഷ പണ്ഡിതനെ പയ്യാമ്പലത്തേക്ക് അയച്ചു. എത്ര പ്രാവശ്യം നിരസിച്ചിട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും അന്ന് സ്ത്രീകൾ കടന്നു വരാത്ത ഫീൽഡായതുകൊണ്ടും എനിക്ക് ജ്യോതിഷം പഠിക്കാൻ തീരെ ഇഷ്ടമില്ല. ഭഗവതി സമ്മതിച്ചില്ല. പിന്തുടർന്ന് പിടികൂടി. ഭഗവതിയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന പ്രവചനങ്ങൾ സത്യമാക്കി തരാൻ ഭഗവതി തന്നെ മുന്നിട്ടിറങ്ങാറുണ്ട് എന്ന് ഞാൻ എൻ്റെ അനുഭവ പരിചയത്തിൽ നിന്ന് മനസ്സിലാക്കി. ഞാൻ പുരാണ കഥകൾ പാടിക്കൊണ്ട് പരിപൂർണ ജ്യോതിഷിയായി മാറി. എല്ലാം ഭഗവതിക്കേണ്ടി മാത്രം. കണ്ടേ കാളി മഹാകാളി കാളനീരദവർണിനി കാളകണ്ഠാത്മജാതേ ശ്രീ ഭദ്രകാളി നമസ്സുതേ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.